പണ്ട് നമ്മളൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കൗമാരക്കാലത്ത് നമുക്ക് ചിലപ്പോൾ ചില പെൺകുട്ടികളോട് ഇഷ്ടം തോന്നും, ചിലർക്ക് ആൺകുട്ടികളോട്. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ആദ്യാവസരം കാത്ത് തൻ്റെ പ്രണയഭാജനത്തിന് മുന്നിൽ ആ പ്രണയമൊന്ന് പ്രകടിപ്പിച്ച് ആ പ്രണയഭാജനത്തെ സ്വന്തമാക്കാൻ വെമ്പൽ കൊള്ളുന്ന കാമുകന്മാരെ, കാമുകിമാരെ ഒക്കെ ഒരുപാട് പേര് കണ്ടു കാണും. അതിന് ജന്മദിനങ്ങൾ എന്നാണെന്ന് അന്വേഷിക്കും, ഏതെങ്കിലും അസുഖം വന്ന് വരാതിരിക്കുന്ന ദിവസം ഏതാണെന്ന് തിരക്കി വെക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാധാന്യമുള്ള ദിവസങ്ങൾ അതിനായി കരുതി വെക്കും. എന്നിട്ട് അതൊരു പാലമായി ഉപയോഗിച്ച് എന്തേ ഇന്നലെ കണ്ടില്ലല്ലോ എന്നൊന്നും മിണ്ടാൻ, ജന്മദിനമാണെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് ജന്മദിന സമ്മാനം പോലെ കൊണ്ടു കൊടുക്കാൻ, ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ഇഷ്ടം ഒരു ചഷകത്തിൽ നിന്നിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായി ഒട്ടും കാണിക്കാതെ വളരെ പ്രൊഫഷണലായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് പിന്നീട് ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ കണ്ണീരൊപ്പാനെത്തുന്നവരായി, സഹായിക്കാനെത്തുന്നവരായി, ആശ്വസിപ്പിക്കാനെത്തുന്നവരായി മാറുന്നവരാണ് പിന്നീട് പല വേട്ടക്കാരുടെയും ഇരകളായി തീരുന്നത് എന്നതാണ് സത്യം. ഇതൊക്കെ സാമൂഹ്യ മാധ്യമത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ കടന്നുപോയ ചില സന്ദർഭങ്ങളാണെങ്കിൽ, സാഹിത്യ ലോകത്ത് സമാനമായ 3 പ്രണയേതാക്കളുടെ ആ പ്രണയഭാവം കഴിഞ്ഞ ദിവസം കാണാനിടയായി. അവർ പ്രധാനമന്ത്രിയെ കാണാനായി ഓടിപ്പോയി. എന്തിനാണ് കാണാൻ പോയത്? കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കിയതിൽ വളരെ സന്തോഷം കൊള്ളാനും ആനന്ദിക്കാനുമാണ് പോയത്. ആ പോയതിൽ കവിതകൾ ചൊല്ലി നമ്മളെ ത്രസിപ്പിച്ച് ധാർമ്മികതയുടെ എല്ലാം കയറ്റിവിടുന്ന മധുസൂദനൻ നായർ സാറുണ്ട്. രണ്ടാമത്തത് ബന്ധുവാര് ശത്രുവാര് എന്നെഴുതിയ വരികളിൽ കറുപ്പിനെ വെളുപ്പാക്കി വെളുപ്പിനെയും കറുപ്പാക്കുന്ന മനുഷ്യ മനസ്സുകളെക്കുറിച്ച് എഴുതി ആവേശം കൊണ്ട ശ്രീകുമാരൻ തമ്പി സാറുണ്ട്. പിന്നെ എല്ലാ സാഹിത്യനായകന്മാരും ഇടതുപക്ഷത്ത് കിടന്ന് തെള്ളുമ്പോൾ വലതുപക്ഷത്തെ വിടവിലൂടെ ഈ കയ്യിലുള്ള അല്പാൽപമൊക്കെ ഉപയോഗിച്ച് ഒക്കുന്നതെല്ലാം ഒപ്പിച്ച ജോർജ് ഔണക്കൂർ സാറെന്ന സാഹിത്യനായകനുമുണ്ട്. അവർ 3 പേരും കൂടി ഒരുമിച്ച് നിരന്നു പോയി അവിടെ ചെന്ന് പറഞ്ഞു, കേരള എന്നത് കേരളമാക്കിയതിലൂടെ മലയാളികളുടെ അഭിമാനം വാനോളം ഉയർന്നു. വാനോളം ഉയർന്നു എന്ന് മാത്രമല്ല, മലയാള ഭാഷ പുളകം കൊണ്ടു, പുളകിത ചളകിത പുളകിതമായി. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറ് വളരെ വികാരധീനനായി ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ട്രംപ് പോലും ഭയക്കുന്ന നേതാവിനെ കണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ആവേശം കൊണ്ടു അത്രേ. ആ കവിതയുടെ അദ്ദേഹം എഴുതിയ ഒരു സിനിമാ ഗാനത്തിൻ്റെ വരികൾ ഞാനൊന്ന് വായിക്കാം. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കൺമുതൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ കോരിത്തരിച്ചു. വിഭവങ്ങളൊരുക്കി വിദ്വാൻമാരൊരുങ്ങി വിലാസനൃത്തം തുടങ്ങി. ആടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം അവിടെയും സൂക്ഷിച്ചിരുന്നു. അവിടെയും മധുരപലഹാരങ്ങൾ 1000 വിളമ്പി, മധുരപദാർത്ഥങ്ങൾ 1000 വിളമ്പി. മധുരാചഷകം തുളുമ്പി. ഒരുപിടി ചോറിനായി യാചിച്ചു ദൈവം. ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നു, ചിരിച്ചു പിൻവാങ്ങി. ഭഗവാൻ. 1971 ലങ്കാദഹനത്തിൽ തമ്പിസാർ എഴുതിയ വരികൾ ഞാൻ ഈ ആദരവ് കണ്ടപ്പോൾ ഓർത്തുപോയി. എന്താണെന്നറിയോ, കേരളത്തെ അത്രമേൽ ആദരിക്കുന്ന കേരള സ്റ്റോറി ഇറങ്ങിയ ദിവസം കൂടിയാണ് ബഹുമാന്യരായ കേരളത്തിൻ്റെ സാഹിത്യനായകന്മാർ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. അതിൽ വായിലേക്ക് ബീഫ് ഇടിച്ചു കയറ്റി മലയാളികളെ തീറ്റിക്കുന്നു എന്ന് ലോകം മുഴുവൻ മലയാളികളെ അപമാനിക്കുന്ന ചിത്രം പുറത്തിറങ്ങിയ ദിവസം അത് തടസ്സപ്പെടുത്താനൊരു ഫ്രെഡിയും അതുപോലൊരു ശ്രീദേവ് നമ്പൂതിരിയും ഒക്കെ രംഗത്തിറങ്ങിയപ്പോൾ അതിനപ്പുറത്ത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചുമൊക്കെ വളരെ ചടുലതയോടെ ചാടി ഉണർന്ന് അത് തുറന്നു വിട്ട് പുറത്തേക്ക് വിട്ട ദിവസമാണ് കേരളമായത്. അത് കണ്ട് വല്ലാണ്ട് പുളകിതനായി എന്ന് മാത്രമല്ല, അതായത് എഴുതി അയച്ചത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറാണെങ്കിലും അത് നൽകിയത് ബഹുമാനപ്പെട്ട മോഡിജി ആയതുകൊണ്ട് ഇവർ 3 പേരും അവിടെ എത്തി സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങി. ഇവരുടെ പേരാണ് സാഹിത്യനായകന്മാർ. കഷ്ടം.